കാട്ടാനക്കൂട്ടത്തിന് മുമ്പിൽ അകപ്പെട്ട ദമ്പതിമാർക്ക് തേക്കുമരം തുണയായി. മണിക്കൂറുകൾ നീണ്ട ഭീതിക്കൊടുവിൽ വനംവകുപ്പിന്റെ രക്ഷാപ്രവർത്തനം. പുനലൂരിലെ ഉൾവനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ദമ്പതിമാർ കാട്ടാനക്കൂട്ടത്തിന് മുമ്പിൽ അകപ്പെട്ടു. പിറവന്തൂർ മുള്ളുമല ഉന്നതി സ്വദേശികളായ കരുണാകരനും ഭാര്യ റംസയുമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പ്രാണരക്ഷാർത്ഥം തേക്കുമരത്തിൽ കയറുപറ്റിയ ദമ്പതിമാരെ മണിക്കൂറുകൾക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് താഴെയിറക്കിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് കരുണാകരനും റംസയും ഭക്ഷണ സാധനങ്ങളുമായി ഉൾവനത്തിലേക്ക് പുറപ്പെട്ടത്. പതിവായി വനവിഭവങ്ങൾ ശേഖരിക്കാറുള്ള ഇവർ വാവരൂപണ ഭാഗത്ത് വെച്ചാണ് അപ്രതീക്ഷിതമായി കാട്ടാനക്കൂട്ടത്തിന് മുന്നിലാകപ്പെട്ടത്. സാധാരണയായി ആനകൾ വഴിയൊഴിഞ്ഞ് പോകാറുണ്ടെങ്കിലും ഇക്കുറി ചിഹ്നം വിളിച്ച് ദമ്പതിമാർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ സമീപത്തെ വലിയ വള്ളികൾ പടർന്ന കൂറ്റൻ തേക്കുമരത്തിൽ ഇരുവരും ഓടിക്കയറി. ദമ്പതിമാർ മരത്തിന് മുകളിൽ അഭയം പ്രാപിച്ചെങ്കിലും ആനക്കൂട്ടം സ്ഥലം വിടാൻ തയ്യാറായില്ല. മരത്തിൽ തുമ്പിക്കൈ കൊണ്ട് അടിച്ചും ചിഹ്നം വിളിച്ചും ആനകൾ മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഓട്ടത്തിനിടെ ദമ്പതിമാർ ഉപേക്ഷിച്ച ഭക്ഷണപ്പൊതികൾ ആനകൾ ചവിട്ടി നശിപ്പിച്ചു. മരത്തിന് മുകളിൽ മണിക്കൂറുകളോളം ഭീതിയോടെ കഴിഞ്ഞ കരുണാകരൻ ഒടുവിൽ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിലൂടെ മണ്ണാറപ്പാറ വനം റേഞ്ച് ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇന്ദ്രജിത്തിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘവും ഉന്നതിയിലെ നാട്ടുകാരും വനത്തിനുള്ളിൽ തെരച്ചിൽ ആരംഭിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇവരെ കണ്ടെത്തിയ സംഘം പടക്കം പൊട്ടിച്ചും മറ്റും ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തി. മരത്തിന് മുകളിൽ നിന്ന് താഴെ ഇറക്കിയ ദമ്പതിമാരെ വനപാലകർ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. പുനർജന്മം ലഭിച്ച ആശ്വാസത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ.